മേലാറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, അധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, ഇവിടെ അണിനിരക്കുന്ന കായിക താരങ്ങൾ, ക്രിക്കറ്റ് പ്രേമികളെ, YFC ക്ലബിനെ ആദ്യം ഞാൻ അനുമോദിക്കുന്നു, അഭിനന്ദിക്കുന്നു. കാരണം 3 കൊല്ലമായിട്ട് ഈ ടൂർണമെന്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ടൂർണമെന്റ് കഴിഞ്ഞ കൊല്ലം ഞാൻ പ്രൈസ് ഡിസ്ട്രിബ്യൂഷന് ഇവിടെ വന്നിരുന്നു. അന്ന് ഞാൻ കണ്ട ഒരു കാഴ്ച എന്താ വെച്ചാൽ നല്ലൊരു ജനക്കൂട്ടം കൂടെ കളി കാണാൻ വന്നിരുന്നു. ഇന്ന് അധ്യക്ഷൻ പറഞ്ഞ പോലെ ക്രിക്കറ്റ് വളരെ പോപ്പുലറാണ്, വളരെയധികം പോപ്പുലറായിട്ടുണ്ടെങ്കിലും ഞാൻ ഇന്റർനാഷണൽ മാച്ച് വെച്ച് ബാക്കി മാച്ചുകളിൽ കാണികളുടെ ഒരു കുറവ് ഞാൻ കാണാറുണ്ട്. പല ടൂർണമെന്റിലും കാണികൾ കുറവായിട്ടാണ് കാണാറുള്ളത്. പക്ഷേ ഇവിടെ ഈ ഗ്രൗണ്ടിൽ ഞാൻ കഴിഞ്ഞ കൊല്ലത്തെ ഫൈനൽസിൽ നല്ലൊരു ജനക്കൂട്ടം ഇവിടെ കണ്ടിരുന്നു. അത് ഈ പ്രദേശവാസികളും ക്രിക്കറ്റ് പ്രേമികളും ഒരുപാട് പേരുണ്ട് ഈ സ്ഥലത്ത് എന്നുള്ളതാണ് അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. പിന്നെ YFC ക്രിക്കറ്റ് ക്ലബിൻ്റെ ഈ ഒരു സംരംഭം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം വൻ വിജയമാണ്. കാരണം ഒരു ടൂർണമെന്റ് ഇന്ന് കേരളത്തിൽ ഒരുപാട് ടൂർണമെന്റ് നടത്തുന്നുണ്ട്, ഓൾ കേരള ടൂർണമെന്റ്സ് നടക്കുന്നുണ്ട്. അതൊക്കെ ഇന്നത്തെ നമ്മുടെ ഈ ഫാസ്റ്റ് ഫുഡ് പരിപാടി പോലെ ലിമിറ്റഡ് ഓവർ ഗെയിംസ് ആയിരിക്കും. ഇതും ലിമിറ്റഡ് ഓവർ ഗെയിംസ് തന്നെയാണ്. പക്ഷേ ഒരു 7 ദിവസമോ 10 ദിവസം കൊണ്ടോ ടൂർണമെന്റ് നടത്തുന്നതാണ് എല്ലാ സ്ഥലത്തും. ഇവിടെ ടൂർണമെന്റ് ഇന്ന് തുടങ്ങിയാൽ ഏറെക്കുറെ 3 മാസത്തോളം കഴിഞ്ഞിട്ടാണ് അതിന്റെ സമാപനം നടക്കേണ്ടി വരിക. കാരണം വെച്ചാൽ അത്രയും 50 ടീംസോളം ടൂർണമെന്റിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്. അതിലും ഞാൻ പറഞ്ഞുതരാം, ഒരു ഓൾ കേരള ടൂർണമെന്റിൽ നിന്ന് 20-ലധികം ടീംസ് പങ്കെടുക്കുന്ന ഒരു ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നില്ല. അത് ഏറ്റവും അധികം മാക്സിമം 20-25 ടീം വെച്ച് 10 ദിവസം കൊണ്ട് ടൂർണമെന്റ് നടത്തലാണ് എല്ലാ ടൂർണമെന്റുകളും നടത്താറ്. അതിനുള്ള ചില പ്രത്യേക കാരണങ്ങളുണ്ട്. കാരണം ഒരു സ്ഥലത്തും ഒരു 10 ദിവസം 15 ദിവസത്തിലധികം ഒന്നിച്ച് ഇത്രയും ആൾക്കാരെ സംഘടിപ്പിക്കാനോ നടത്തിക്കൊണ്ടുപോകാനോ ബുദ്ധിമുട്ടാണ്. ആ കാര്യത്തിൽ ഈ YFC ക്രിക്കറ്റ് ക്ലബിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. കാരണം അതൊരു കൂട്ടായ്മയുടെ ഫലമാണ്. 3 മാസത്തോളം 4 മാസത്തോളം ശനി ഞായർ ദിവസങ്ങളിലെ കളിയുള്ളെങ്കിലും കൂടി അത്രയും എല്ലാ ആഴ്ചയും ഇത്രയും പേര് ഈ ടൂർണമെന്റിനോട് പിന്നിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഏറ്റവും വലിയൊരു അഭിമാനിക്കാവുന്ന ഒരു സംഗതിയാണ്. കാരണം മറ്റുള്ള ടൂർണമെന്റുകളെ പോലെയല്ല, ഏതാനും വ്യക്തികൾ 4-5 പേര് മാത്രം മെനക്കെട്ടാൽ കണ്ടക്ട് ചെയ്യാൻ പറ്റുന്ന ടൂർണമെന്റല്ല ഒരു ക്രിക്കറ്റ് ടൂർണമെന്റ്. ഒരുപാട് പേര് പിന്നിൽ പ്രവർത്തിക്കേണ്ടതുണ്ട്. ഒരുപാട് പേരുടെ ആത്മാർത്ഥമായ സഹകരണം കൊണ്ട് മാത്രമേ ഒരു ക്രിക്കറ്റ് ടൂർണമെന്റ് വിജയിക്കാൻ പറ്റുള്ളൂ. അത് ഞാൻ കഴിഞ്ഞ കൊല്ലം ഇവിടെ കണ്ടതുകൊണ്ട് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഈ ടൂർണമെന്റ് കമ്മിറ്റി ക്ലബ്ബ് വളരെ ഭംഗിയായിട്ട് അവർ കർത്തവ്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ ടൂർണമെന്റ് വമ്പിച്ച വിജയമായി തീരുമെന്ന് ഞാൻ ആശംസിക്കുന്നു. ഉറപ്പാണ് ഇത് വളരെ ഭംഗിയായിട്ട് നടക്കും. മാത്രമല്ല ഈ ടൂർണമെന്റ് ഒരു ഏതാനും കൊല്ലങ്ങൾക്കുള്ളിൽ ഒരു ഓൾ കേരള ലെവലിൽ എത്തിക്കും ഈ ടൂർണമെന്റ് കമ്മിറ്റി എന്ന് ഞാൻ അതിനുവേണ്ടി എല്ലാ സഹായതാരങ്ങളും നമ്മളുടെ വക ഉണ്ടായിരിക്കും. ഞാൻ ഈ ക്രിക്കറ്റ് ടൂർണമെന്റിൽ സാധാരണ പ്രസംഗങ്ങൾക്ക് ഒരു പ്രസക്തിയില്ല, അതുകൊണ്ട് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഈ ടൂർണമെന്റ് 3ാമത് ഷാജി മെമ്മോറിയൽ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ച് നിർത്തുന്നു. ഇനി ടീമുകളുടെ നറുക്കെടുപ്പാണ് നടക്കാനുള്ളത്. അതിനുവേണ്ടി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ സെക്രട്ടറി K. സന്തോഷ് അവരുടെ ആദരപൂർവ്വം ക്ഷണിച്ചുള്ളൂ. ആദ്യ മത്സരത്തിനുള്ള ടീമുകളുടെ നറുക്കെടുപ്പാണ് നടക്കാനുള്ളത്. ഞാൻ അതിലാണ് ഇതിന്റെ വെച്ചില്ല. തണൽ കുന്നക്കാവാണ് ആദ്യ മത്സരത്തിന് ആദ്യത്തിൽ. അവർക്കുള്ള എതിർ ടീം യുണൈറ്റഡ് ബ്രദേഴ്സ് പട്ടാമ്പി. രണ്ടാമത്തെ മത്സരത്തിലെ ആദ്യ ടീം മാസ്കോ എരിമമുണ്ട. ടീം നമ്പർ 2 എടുത്തു റഷ്യ അവന്ന് നോട്ട് ചെയ്താ
ഷാൻ KMC മക്കരനകത്ത്. ഏതൊക്കെയാണ് മുട്ടണെന്നൊക്കെ എഴുതിയൊക്കെ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സന്തോഷ് സാർ സംസാരിക്കുന്നത്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഈ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യാനെത്തിയ മലപ്പുറം ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷന്റെ പ്രസിഡന്റും കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റ് ആര്യായിട്ടും മറ്റ് വിശിഷ്ട വ്യക്തികളും, സാധാരണയായിട്ട് ഞാൻ പറയുന്ന സമയത്ത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ആദ്യം പറയുക. അതിൻ്റെ ഒരു സ്വഭാവമാണ്. ഇവിടെ നെഗറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷെ ഞാനത് പറയാൻ താല്പര്യപ്പെടുന്നില്ല. പറയാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ മാച്ച് തുടങ്ങുന്നതിനും ഈ ഉദ്ഘാടനം തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ വന്നിരുന്നു. അപ്പോഴേ ടൂർണമെന്റ് കമ്മിറ്റിയോട് പറഞ്ഞിട്ടുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങളാണ് ജസ്റ്റ് പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. പക്ഷെ ഇവിടുത്തെ കൂട്ടായ്മ കാണുമ്പോൾ നെഗറ്റീവ് പറയാൻ പറ്റില്ല. കാരണം നെഗറ്റീവ് പറഞ്ഞാൽ ഇവിടുന്ന് പോകണമല്ലോ അല്ലേ. പോസിറ്റീവായിട്ടുള്ള കാര്യം പറയാൻ പറ്റുള്ളൂ. ഈ ടൂർണമെന്റ് സംഘടിപ്പിച്ച 3ാമത്തെ വർഷം തുടർന്നും സംഘടിപ്പിക്കാൻ പോകുന്ന KFC ക്ലബിനോട് ആദ്യമായി ഞാൻ എൻ്റെ അഭിനന്ദനങ്ങളാണ് അറിയിക്കുന്നത്. അതിന് കാരണം കൂടിയുണ്ട്. കരിയേട്ടൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഒരു ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞത് ചെറിയ കാര്യമല്ല. ഞങ്ങൾ ഒരുപാട് ടൂർണമെന്റ് സംഘടിപ്പിക്കാറുണ്ട്. കേരള ക്രിക്കറ്റ് അസോസിയേഷന് വേണ്ടിയിട്ടും ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷന് വേണ്ടിയിട്ടും. അതിൻ്റെ പിന്നിലുണ്ടാകുന്ന എഫേർട്ട്, അതിൻ്റെ ബാക്കിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, അവരെ അനുഭവിക്കുന്ന വിഷമതകൾ എല്ലാം അറിയാം. പക്ഷെ ഒരു ക്ലബ്ബ് ഇത്രയും വലിയൊരു ടൂർണമെന്റ് സംഘടിപ്പിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന വിഷമതകൾ കൂടി നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. ഇവിടെ സാധാരണ അറിയേണ്ടത് പറഞ്ഞില്ല, ഞാൻ പറയുമെന്നാണ് ഉദ്ദേശിച്ചത്. സാധാരണ ഞങ്ങൾ പോകുന്ന ടൂർണമെന്റുകളൊക്കെ ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ രജിസ്റ്റർ ചെയ്ത ടൂർണമെന്റുകളാണ്, അല്ലെങ്കിൽ ആയിരിക്കണം, അങ്ങനെ ആവാവൂ. ഈ ടൂർണമെന്റ് അതല്ല എങ്കിൽ കൂടി ഞങ്ങൾ വരാനുള്ള കാരണം, കഴിഞ്ഞ വർഷം അരിയേട്ടൻ ഇവിടെ വന്നിരുന്നു. ഈ വർഷം വളരെ നിർബന്ധിച്ച് സംഘാടക സമിതി ഞാൻ എന്നോട് വരണം. ഇന്നലെ രാത്രി വിളിക്കുമ്പോൾ ഞാൻ കോഴിക്കോടാണ്. കാരണം ഞാൻ ഇന്ന് കോഴിക്കോട് പോകേണ്ട ആൾ ഇന്നലെ കോഴിക്കോട് പോയിട്ട് തിരിച്ചു പോകുന്നതാണ്. ഒരു കാര്യം ഉണ്ടായിരുന്നു, അത് ഇന്നലത്തേക്കാക്കി തിരിച്ചു വന്നത് ഈ ടൂർണമെന്റിന്റെ ഈ ഫംഗ്ഷന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അതുകൊണ്ട് ആ ഒരു ടൂർണമെന്റ് കമ്മിറ്റിയുടെ എന്തുസാഹസത്തെ ഞാൻ ആദ്യം തന്നെ ഞാൻ ടൂർണമെന്റിന്റെ സംഘാടകരെ അഭിനന്ദിച്ച പോലെ ആ എന്തുസാഹസത്തെ ഞാൻ അഭിനന്ദിക്കണം. ഈ ടൂർണമെന്റിന് അരിയൻ പറഞ്ഞത് വളരെ വ്യക്തമാണ്. ക്രിക്കറ്റിൽ പ്രസംഗത്തിലൊന്നും പ്രശസ്തിയില്ല, കളിയിലാണ് കാര്യം. അതുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം നീട്ടുന്നില്ല. എല്ലാ ഭാവുകങ്ങളും ഈ ടൂർണമെന്റ് നേർന്നുകൊള്ളുന്നു. താങ്ക് യു. ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് മേലാറ്റൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാറാം ടീച്ചർ സംസാരിക്കും. ബഹുമാനപ്പെട്ട നമ്മുടെ അധ്യക്ഷൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൽ കരീം മാഷ്, ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത